വിദേശ MBBSുമായി ബന്ധപ്പെട്ടിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഹലോ സാർ, ഞാൻ സാറിൻ്റെ ഇന്നലത്തെ വെബിനാറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ ഇന്നലെ മെൻഷൻ ചെയ്യുന്നത് കേട്ടു, അതായത് ചില കൺട്രീസിലെ ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് എന്താ പറയുക, ബൈലിംഗൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ലാംഗ്വേജ് ബൈലിംഗലാണ് വരുന്നത്. സോ നമ്മൾ അങ്ങനെയുള്ള ബൈലിംഗൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പോയി പഠിച്ചാൽ നമുക്ക് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതോ ബൈലിംഗൽ ആയതുകൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ആഫ്റ്റർ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ? വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്ന സമയത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാവണം എന്നുള്ളത് 2021 നവംബർ 18 ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും പോകുന്ന പല വിദ്യാർത്ഥികളും ഈ ബൈലിംഗൽ പ്രോഗ്രാമുകൾ പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉള്ളത് കൊണ്ടും നിലവിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങി ഡോക്ടേഴ്സ് കേരളത്തിലുടനീളം ഡോക്ടർമാരായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഇവർ തെറ്റായ തീരുമാനം എടുക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് മീഡിയം അല്ലാത്തൊരു കോഴ്സ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ FMG എഴുതുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ ബൈലിംഗൽ പ്രോഗ്രാം ഞാൻ പല വീഡിയോകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതിന് ഞാൻ നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിൽ നേരത്തെ ബൈലിംഗൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുന്ന് കുട്ടികൾ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റഷ്യയിലുണ്ട് ഇത്തരത്തിൽ ധാരാളം യൂണിവേഴ്സിറ്റികൾ. നമുക്കറിയാം 10,000-ലധികം വിദ്യാർത്ഥികൾ സ്റ്റിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. MBBS കോഴ്സിന് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മൃഗീയ ഭൂരിപക്ഷം ബൈലിംഗൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തവരാണ്. പക്ഷെ അത് കാലം വ്യത്യസ്ത 2021 മുമ്പുള്ള ഡിസിഷനാണ്. അതുവരെയുള്ള കുട്ടികൾക്ക് ഇളവുകളുണ്ട്. അന്ന് ഇത്ര കടുത്ത തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആവണം എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തെറ്റായ തീരുമാനം എടുത്ത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് എടുത്താലും ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം കൃത്യമായിട്ട് ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം ആവണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും യൂണിവേഴ്സിറ്റി തന്നെ ഇതിനകത്ത് ഒരു ബൈലിംഗലാണെന്ന് പറയാതെ അഡ്മിഷൻ എടുക്കുന്ന പ്രവൃത്തിയുണ്ട്. ഇത് നിങ്ങൾക്ക് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ WDOMSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസിൽ പോയാൽ കൃത്യമായിട്ട് ഏതൊക്കെ ഭാഷകളിലാണ് അവിടെ ഈ കോഴ്സ് നടത്തുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിപ്പോൾ തന്നെ ഇപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് എംബസിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നമ്മുടെ എംബസി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കൂടുതൽ പ്രോഗ്രാമുകളും ഈ റഷ്യൻ ലാംഗ്വേജിലാണ്, ഡുവൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൈഡ് ലൈൻസ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നേരത്തെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മറ്റൊരു കൺട്രിയിലേക്കൊക്കെ പോവാം. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് ട്രാൻസ്ഫറും ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിലവിലവിടെ പഠിക്കുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തല്ല ഗുണകരമല്ല. കാരണം നിങ്ങൾ പുതിയ സ്റ്റുഡൻസാണ്. അപ്പോൾ ആ കുട്ടികൾ FMG പാസ് ഔട്ടായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരില്ല, നമ്മൾ ബ്ലോക്കായി പോകും, നമ്മൾ ലോക്കായി പോകും. ഇപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളിടത്ത് ദർ ഈസ് നോ എനി കോംപ്രമൈസ്. 100% ഇംഗ്ലീഷ് മീഡിയം യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം തന്നെ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ബൈലിംഗൽ പ്രോഗ്രാമിൽ അറിഞ്ഞോ അറിയാതെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബിനാറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പർപ്പസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ വെബിനാറിൻ്റെ ഭാഗമാവാം. വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.